കരയിൽ വലിയൊരു പൂന്തോട്ടം. ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും നിറയെ. പഴച്ചക്കയുടെ മധുരം കിനിയുന്ന സിന്ദൂര വരിക്ക, പായസപ്പെരുമയുടെ ചക്രവർത്തി മുട്ടൻ വരിക്ക എന്നിങ്ങനെ പ്ലാവിൻ തൈകൾ വേരോടുമ്പോൾ മിന്നി നിൽക്കാൻ മാവിൻ തൈകളുമുണ്ട്. തേൻ മണവും ശർക്കര മധുരവുമുള്ള ബങ്കനപ്പള്ളി, മാംസളയായ സേലം എന്നിങ്ങനെ പോകുന്നു ആ നിര. സപ്പോട്ടയും മലേഷ്യൻ പഴങ്ങളും തെങ്ങിൻ തൈകളും യൂഫോർബിയയും മൊസാന്തയും തണൽ വലകൾക്കുള്ളിൽ മിനുങ്ങി നിൽക്കുമ്പോൾ ജോയ്ച്ചൻ സമ്മിശ്ര കൃഷിയുടെ രസതന്ത്രം പങ്കുവച്ചു. ഈ ഇത്രയും വിശാലമായൊരു കൃഷിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ലാഭം ഉണ്ടാക്കുക കഴിയുക? ഇപ്പോൾ നമ്മുടെ സംയോജിത കൃഷി രീതിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നെല്ല്, വാഴ, തെങ്ങ്, അതുപോലെ തന്നെ പശു, യമു, കോഴി, താറാവ് എല്ലാ കൃഷികളും ഉണ്ട്. അപ്പം ഒരു കൃഷിയിൽ ചെറിയ നഷ്ടമുണ്ടായാൽ പോലും മറ്റു കൃഷി അതിനെ ബാക്കപ്പ് ചെയ്യും. ഒരു ദിവസം എത്രത്തോളം സന്ദർശകരുടെ വരുന്നുണ്ട്? അപ്പോൾ വന്നപ്പം തന്നെ ഡോക്ടറെ കണ്ട് സീനിയർ സിറ്റിസൺസ് ആയിട്ട് വന്നിട്ടുണ്ട്, കാർഷിക കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോളേജിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, ചെറിയ നഴ്സറിയിൽ നിന്ന് പോലും കുട്ടികൾ വരുന്നുണ്ട്. അവർ വരുന്നതിൻ്റെ കാരണം ഇങ്ങനെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്ഥലവും നമ്മുടെ ഇടയിലില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എല്ലാ കൃഷി രീതികളും എല്ലാ കൃഷി രീതികളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷിമൃഗാദികളെ കാണാൻ സാധിക്കും. ഇതെല്ലാം മുഴുവൻ ജീവനാണ്. ഈ ഭൂമിയിൽ മുഴുവൻ വന്ന് ഇതെല്ലാം കണ്ട് മടങ്ങിപ്പോകുന്നവർ എന്ത് ഉൾക്കൊള്ളണമെന്നാണ് ജോയ്ച്ചൻ കരുതുന്നത്? അതായത് കൃഷി നഷ്ടമല്ല, തീർച്ചയായിട്ടും ലാഭകരമാണ്. യുവജനങ്ങൾ കൃഷിയിലേക്ക് തിരിച്ചു വരണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു സമരമുണ്ടായാൽ കേരളം പട്ടിണി കിടക്കുന്നു. പാടില്ല. നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ആയിട്ട് ഒരുപാട് വെള്ളം, എല്ലാ സംഭവവും ദൈവം തന്നിട്ടുണ്ട്. എന്തിനും നമുക്ക് ഈ ഭൂമിയിൽ അധ്വാനിച്ചാൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 10,000-2000 പേര് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഒരു ദിവസം. ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾ പ്രവേശന ഫീസ് ഈടാക്കുന്നില്ല. ഇത് ഒരു റിസോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ റിസോർട്ട് തന്നെ. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കുടുംബം കയറണമെങ്കിൽ കുറഞ്ഞത് ഒരു 10,000 രൂപ പോക്കറ്റിലില്ലാതെ പറ്റില്ല. അത് നമ്മൾ ഒരു പൈസ പോലും ചാർജ് ചെയ്യാതെ എല്ലാവർക്കും മാനസിക ഉല്ലാസം, അതുപോലെ തന്നെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നേച്ചറിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നമുക്ക് സൺസെറ്റ് പോലും നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പം നേച്ചർ, അതായത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നേച്ചർ ഏറ്റവും ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ച് ഇവിടെ നിന്ന് ഭംഗിയായിട്ട് പിരിയണം എന്നുള്ളൊരാഗ്രഹം. തീർച്ചയായും നന്മയുടെ കാവൽക്കാരനായിരിക്കാൻ താങ്കൾ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ. ഓരോ വിളയുടെയും താരും തളിരും വരെ ജോയ്ച്ചനറിയാം. ഓരോ മാസവും നാട്ടിലെത്തിയാൽ മണ്ണിലും കൃഷിയിലും തന്നെ മനസ്സ്. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടത്തിലെത്തും. ഇലനുള്ളും. മൃദുല മനോഹര മുന്തിരിയില പടരുന്ന പന്തലിലൂടെ നേരെ പറമ്പിലേക്ക്. എല്ലാ ഇനം കൃഷിയും കൃഷിയിടത്തിൽ വേണം എന്ന നിർബന്ധമുണ്ട് ജോയ്ച്ചന്. നിറഞ്ഞു കുലയ്ക്കുന്ന പപ്പായയും നിലത്ത് പൂത്തിരി പൊട്ടിക്കുന്ന മഞ്ഞളുമൊക്കെ പറമ്പിൽ അഴകായി വിടർന്നു നിറയും. ഒന്നിനോടും അയിത്തമില്ല. കുഞ്ഞിലേ അറിയാവുന്നതെല്ലാം മറന്നിട്ടുമില്ല. അടയ്ക്ക പറിക്കാൻ ഇന്ന് ആരും വന്നിട്ടില്ല. കാത്തു നിൽക്കാൻ ജോയ്ച്ചനില്ല. മുണ്ടുമടക്കി കുത്തി തോർത്തിൽ കാൽപൂട്ടിട്ടു. കമുകിനെ നമസ്കരിച്ച് ഒറ്റ നേർക്കയറ്റം. കുലയൊന്നടർത്തി കടിച്ചു പിടിച്ചു. മറ്റൊന്ന് കയ്യിലും കോർത്തു. കൊടിയിറക്കം. കൈത്തഴക്കവും മെയ്വഴക്കവും തികഞ്ഞ കുട്ടനാടൻ കർഷകന്റെ ഹൃദയാവേശം. എല്ലാത്തിനും കൂട്ടായത് കൃഷിയുടെ അഭിനിവേശങ്ങൾ തന്നെ. അരുമകൾക്ക് പ്രത്യേകം പരിഗണന തന്നെയുണ്ട് JS ഫാമിൽ. മുയൽക്കുട്ടന്മാർക്ക് പാർക്കാൻ ഒന്നാന്തരം കമ്പിവല കൂടുകൾ. ചിഞ്ചില്ലയും ന്യൂസിലാൻഡ് വൈറ്റുമൊക്കെ ജോയ്ച്ചന്റെ തോളിൽ പ്രണയ സഞ്ചാരം നടത്തുന്നു. നായ്ക്കൾ സ്നേഹമുള്ള കൂട്ടുകാർ തന്നെ. ഗ്രേറ്റ് ഡെയിനും സ്പിറ്റ്സും
ലാബുമൊക്കെ കൂട്ടത്തിലുണ്ട്. ജോയിച്ചന് ഒരു പടി മുന്നിൽ സ്നേഹം ബാസറ്റിനോട് തന്നെ. കടലിനക്കരെ നിൽക്കുമ്പോൾ പോലും അവൻ്റെ വിഷാദഭാവമുള്ള കണ്ണുകൾ ജോയിച്ചനെ മാടി വിളിക്കും. അവർ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. അവൻ ഒരു ഉമ്മ കൊടുത്തു. കറുമ്പൻ ലാബിനെ ഒപ്പം കൂട്ടിയാൽ നീന്തലും കുളിയും രസം തന്നെ. സദാ നീന്തി തുടിക്കാൻ അവനുമുണ്ട് മോഹം. വെള്ളത്തിൽ നിന്നിറങ്ങാൻ മടി. ചെറു ചങ്ങാടത്തിൽ കയറ്റിയത് ഒട്ടും രസിച്ചില്ല തന്നെ. അതിഥികൾക്ക് വിരുന്നു നൽകാൻ ഒരു ചെറു മീൻ കൊയ്ത്ത്. വലയൊന്ന് കുളത്തിൽ വീശി. വലിച്ചടുപ്പിച്ചപ്പോൾ പിടഞ്ഞുയർന്നത് നട്ടറുകൾ. ഗുവാന നദിയിലെ മത്സ്യം കുട്ടനാടിൻ്റെ മാറിൽ തുടിച്ചു. ആവോലി രുചിയുടെ ആവേശം. വലയിൽ നിന്ന് വറചട്ടിയിലേക്ക് ചേക്കേറാൻ നട്ടറുകൾ കാത്തുകിടന്നു. കൊട്ടയിലേറി നേരെ അതിഥി മന്ദിരത്തിലേക്ക്. നാവിൽ രുചിയുടെ ഉത്സവങ്ങൾ കൊടിയേറി. കൂടാരങ്ങളിൽ അന്നമായെത്തിയതോടെ ബൈബിളിൽ വിഖ്യാതരായ കാടപ്പക്ഷികൾക്ക് ജയസിൽ പ്രത്യേക ഇടമുണ്ട്. ഫാം മാനേജർ ബിന്ദുവിനാണ് കാടക്കൂടിൻ്റെ ചുമതല. തീറ്റ തിന്നു മതിക്കുന്ന കാടകൾ വൈകുന്നേരത്തോടെ മുട്ടകളിടും. കാടമുട്ടകളാണ് ജയസിൻ്റെ പോഷക വിഭവം. സന്ദർശകർ നിരവധിയുണ്ട് ജയസിൽ. കർഷകരും കുട്ടികളും വിദ്യാർത്ഥികളും അസംഖ്യം. പ്രായഭേദമന്യേ ആ ഹരിത സുഭഗത നുകരാനെത്തുന്നവരെ ജോയിച്ചൻ സ്വീകരിക്കും. പ്ലാവിൻ ചോട്ടിലൂടെ ഓരം ചേർന്ന് BCM കോളേജ് വിദ്യാർത്ഥികൾ വന്നു. അവധിക്കാലം അടിച്ചുപൊളിക്കാൻ, ആഹ്ലാദനിർഭരമായ നിമിഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ. അവർ കൃഷിദീപത്തോട് സംസാരിച്ചു. എവിടെ നിങ്ങൾ വരുന്നത്? ഞങ്ങൾ കോട്ടയത്ത് BCM കോളേജ്. എത്ര പേരുണ്ട്? ഞങ്ങൾ 17 പേര്. ഇവിടെ ഈ ഫാമൊക്കെ കണ്ടോ? ആ, കണ്ടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എലി. ഏതെലിയെ ഇഷ്ടപ്പെട്ടു? വെളുത്ത നല്ല ഓമനത്തുള്ള. ഇന്നത്തെ ഒഴിവ് ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്താ? ഈ ഫാം മൊത്തത്തിൽ തന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അലങ്കാരക്കോഴികളുടെ വർണ്ണലോകം മാനേജർ മുരളി പരിചയപ്പെടുത്തി. തൊട്ടും തലോടിയും ആസ്വദിക്കാം. വെള്ളെലിയൊന്നു വന്നു. വാലിൽ തൂക്കി. ഒടുവിൽ പുലിവാലായി. മുതിർന്ന പൗരന്മാർക്ക് പഴമ തന്നെ പ്രിയം. തേൻ വരിക്ക കണ്ടപ്പോൾ അതിലൊന്നു വേണം. വാക്കിലും സംസാരത്തിലുമല്ല, പ്രവൃത്തിയിലാണ് സ്നേഹം. ജോയിച്ചൻ കയറി. മോഹമായിരുന്ന വരിക്കച്ചക്ക തറയിൽ വീണു. കാർമേഘങ്ങൾ വാനത്തെ മൂടി. ഒരു തണുത്ത കാറ്റ് ഞങ്ങളെ പൊതിഞ്ഞു. വസന്തത്തിനായി ഇടിമുഴങ്ങി. കാവൽ മാടത്തിലൂടെ വാച്ച് ടവറിൽ കയറി. ഉണ്ണിമേരി എരുമ കൂട്ടം തെറ്റിയെന്ന അറിയിപ്പ് വന്നു. ജോയിച്ചൻ അങ്ങോട്ടേക്ക് പോയി. ചിറയിൽ നീന്തി ഉണ്ണിമേരി കണ്ണുവെട്ടിച്ചെങ്കിലും ജോയിച്ചൻ വിട്ടില്ല.
താമരയിലകൾ വകഞ്ഞുമാറ്റി നീന്തിയെത്തി. തിമിർക്കുന്ന വേനൽ മഴയിൽ കറുത്ത സുന്ദരിയെ കരകയറ്റാൻ ശ്രമമേറെ എടുത്തു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്തു കാര്യം? പിറന്ന മണ്ണ് ആത്മാവാണ്. വയലിലെ പൂ പോലെ വിരിയുകയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ചെയ്യുന്ന മനുഷ്യജീവിതം നിസ്സാരം. കൃഷിയുടെ നാട്ടിടവഴികൾ താണ്ടി മണ്ണിൻ്റെ മണമുള്ള കർഷകനാവാൻ മനസ്സു മാത്രം മതിയെന്ന് ജോയിച്ചൻ പറയും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള വളങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം കൊലകളാണേലും ഹോൾസെയിലായിട്ട് മേടിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷേ നമ്മൾ കൊടുക്കില്ല. ഇവിടെ കസ്റ്റമേഴ്സ് തന്നെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ 2000-ത്തിലധികം ആൾക്കാർ എന്നും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പം അവരിത് കണ്ടേച്ചും ഇന്ന കൊല വേണമെന്ന് പറയുമ്പോഴത്തേന് നാച്ചുറലായിട്ട് വെട്ടിക്കൊടുക്കുന്നത്. പിന്നെ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി, അതുപോലെ തന്നെ നാച്ചുറലായിട്ടുണ്ടാക്കുന്ന വളങ്ങൾ, അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം എല്ലാ മീഡിയയിലും വരുന്ന പോലെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കീടനാശിനികളുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരുപാട് വിപത്തുകളും നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു വിപത്തും നമ്മുടെ ഈ പ്രോഡക്റ്റുകൾക്കില്ല. അതിനേക്കാളുപരി ഇത് മറ്റുള്ളവർ അനുകരിക്കുകയും ഇതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. നെറ്റിയിലെ വിയർപ്പിൽ നിന്നും അപ്പം സമ്പാദിക്കണം എന്ന തിരുവചനം അധരം കൊണ്ട് ഏറ്റുപറയുവാൻ, അധ്വാനിക്കുന്നവർക്ക് ആവേശമായി, ലാഭേച്ഛയുടെ ലാഞ്ചനയില്ലാതെ, മണ്ണു തരുന്ന അന്നം സ്വന്തമാക്കി അത് എല്ലാവർക്കും വീതം വെച്ച്, അസ്തമിക്കാത്ത സ്നേഹവും അവസാനിക്കാത്ത കാരുണ്യവും നൽകി. അങ്ങനെ സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ് എന്ന ബൈബിൾ വചനം മനസ്സിൽ മുഴങ്ങി. ജോയിച്ചനുമായി ബന്ധപ്പെടാം. JS ഫാം, നീണ്ടൂർ, കോട്ടയം. ഫോൺ 0481 271 2828. മൊബൈൽ 8086394882.